അനുമോൾക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ശക്തി വേണം. അവക്ക് പിടിച്ചു നിൽക്കാൻ അവള് ബുദ്ധിപരമായിട്ട് ശക്തി ആർജിച്ചിട്ടുണ്ടെന്നാവും. പറഞ്ഞ അനുമോള് ജയിക്കാനായിട്ട് എന്തോ ചെയ്തിട്ടാണ് അപ്പൊ അവ കൊണ്ടുവന്നത് എന്നാണോ? തീർച്ചയായിട്ടും അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ വേണം. ബ്ലാക്ക് മാജിക് പോലെയുള്ള ഗൂഢമായിട്ടുള്ള ഒരു ഇതാണ് അത്. ഇത് കർമ്മങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാവകളിൽപ്പെട്ടതാണ്. അത് ശരിക്കും നമ്മുടെ കേരളത്തിലൊന്നും ഇത് ഉപയോഗിക്കാറില്ല. ഇത് അവരുടെ കയ്യിലിരുന്നത് പ്ലാച്ച് തന്നെയാണോ? അവരുടെ കയ്യിലിരുന്ന് ഒരുപാട് സ്ഥലത്ത് അത് ഒറിജിനലിന് വേണ്ടി തപ്പി, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു 3 ദിവസത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ അവസാനം ഉണ്ടാക്കിയെടുത്തൊരു പ്ലാച്ചാണ്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന പാവ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇണക്കിയെടുത്തതായിട്ടുള്ളതാണ്. ഇതിപ്പോ നോർമലി ഒരു പാവ. അതെ, അന്നേരം ഇതേപോലെയുള്ള നിങ്ങളിത് ശ്രദ്ധിച്ചോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു തന്ത്രം അറിയാവുന്നവന് ഇതേപോലെ തകിടിൽ എഴുതാം. ഉണ്ടല്ലോ, ഇതുണ്ട തകിട. ഇതിന്റെ ഉള്ളില് എവിടെയെങ്കിലും ഉള്ളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിനിപ്പോൾ ഓൾറെഡി പവർ ഉണ്ട്. ഇതേപോലെ തകിട് വെച്ച് തരികയാണെങ്കിലോ ഭക്ഷണത്തിനകത്ത് ചേർത്ത് തരികയാണെങ്കിലോ ആഭിചാരപരമായിട്ടുള്ള അറിയാവുന്നവൻ ചെയ്താൽ അവന്റെ അവസാനവും ഉണ്ട്, നല്ലതും ഉണ്ട്, ചീത്തതും ഉണ്ട്. ഇപ്പൊ അവയുടെ ഈ ഭാഗത്താ വെച്ചിരിക്കണ ഒന്ന് പിടിച്ചു നോക്കിക്കേ. ചെറിയൊരു ചൂട് പോലെ കാണിക്കുന്നുണ്ട്. അതാണ് ഈ മന്ത്ര തകിടിന്റെ വ്യത്യാസം. അതായത് അതിന് എനർജി വെക്കും. സൂചി വെച്ച് എഴുതും. നിങ്ങൾക്ക് കാണാം, ലെൻസ് വെച്ച് നോക്കണം. ഇത്ര വാക്യം മതി ഒരു പവർ ഉണ്ടാകാൻ. ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ഇത് ആദ്യമേ അതേപോലെ രക്ഷക്ക് വേണ്ടിയിട്ട് ഇതേപോലെ പാവനെ കൊണ്ടുവന്ന് തനിക്കും വേണമെങ്കിൽ പാവനെ കൊണ്ട് ഞാനും ബിഗ് ബോസിൽ കയറാൻ തയ്യാറുണ്ട്. ഞാൻ തരാം. താൻ ഫസ്റ്റ് മേടിച്ചു. ഇനി അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകുന്നവർക്ക് ഇതുപോലെ PR കൊടുത്ത് പൈസ കൊടുത്ത് ആളെ നിർത്തിയിട്ട് പോകണ്ടല്ലോ. ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് പോകട്ടെ. PR ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാരും PR ചെയ്യുന്നില്ല, അതിനകത്ത് ചെയ്യുന്നില്ല. ശരിക്കും അത് നേരായ മാർഗത്തിലാണ് ജയിക്കുന്നത്. അതല്ല ആണോ? അല്ല, ഇത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ തരികയാണ്, നിങ്ങൾ ഇന്ന പോലെ ആകണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ തനിക്ക് വേണ്ട പവർ ഇതിൽ നിന്ന് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ കൂടുതലും ശബരിമലയിലേക്ക് വരുന്നത്, ചാത്തന്നടിക്കലേക്ക് വരുന്നത്? അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി. ഷിയാസ് കരീം വന്നിട്ട് പാവനടുത്ത് എറിയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ ചെയ്യുന്ന ആൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ശരിക്കും അതൊരു എനർജി അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തനിക്കൊരു എനർജി ഉണ്ട്, തന്നെ ഉപദ്രവിച്ച് താൻ വെറുതെ ഇരിക്കും. അതിനകത്ത് കിടന്നിട്ട് കറക്കിക്കളയുന്നു. ഇതുപോലെ അനുമോളത്തിനുള്ളിൽ ആരെങ്കിലും തകർക്കാനായിട്ടും അത് ചെയ്തിട്ടുണ്ടാവുമോ? അവക്ക് മാത്രം ജയിക്കാനുള്ള ശക്തി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ തോക്കൂല. അവള് കരിങ്കുട്ടിക്കാവിലും വിഷ്ണുമായ സ്വാമിയുടെ മഠത്തിലൊക്കെ പോകുന്നതായിട്ടുള്ള ഫോട്ടോയും കാര്യം ഇത് ശക്തി ഉണ്ടെന്ന് ശരിയാണ്. അവൾക്ക് സാത്താ സേവ ഉണ്ടെന്നല്ല, അവക്ക് ഈ പാവയില് പ്രത്യേകത ഉണ്ടെന്നാ പറഞ്ഞു. ഈ അവളുടെ കയ്യിരുന്ന് വെച്ച പാവയില് ശക്തിവത്തായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വിജയിനെ പൊക്കി അന്നേരം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ് ശരിക്കും മറ്റേ പയ്യനായിരുന്നു, അനീഷായിരുന്നു ശരിക്കും ജയിക്കേണ്ടത്. എന്ത് പറ്റി? എന്തോ എന്റെ കയ്യിലേക്ക് നോക്കിയേ. ഓക്കെ ഓക്കെ, അതായത് തനിക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് ഞാനത് പ്രൂവ് ചെയ്തതെന്നാണ്. എനിക്ക് ബാധാപരമായിട്ടുള്ള ദോഷം ഉണ്ടെന്ന് ഞാനിവിടെ വന്നപ്പോഴേ പറഞ്ഞു. ഇതിനകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദോഷമുള്ളവർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ. കലിയുഗമാണ്. കലിയുഗത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് വിഷ്ണുമായ. കലിയുഗ വരദനാണ് ശാസ്താവ്, ബാലശാസ്താവ് എന്ന് പറയുന്നത് ശാസ്താവ് എല്ലാം അയ്യപ്പൻ. അവിടെ ഞാനെന്നോ നീയെന്നോ ഭാവമില്ല. തത്വമസി, ഞാൻ തന്നെയാണ് നീ എന്ന് പറയുന്നത്, നീ തന്നെയാണ് ഞാൻ. നീ എൻ്റെ അടുക്ക് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ച് പെരുമാറുന്നു.
ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ ബിഗ് ബോസിൽ ചർച്ചാ വിഷയമായത് വിന്നറിനേക്കാളും അനുമോളുടെ ഒരു പ്ലാച്ചി എന്ന് പറയുന്ന ചെറിയൊരു പാവയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അതിപ്പോൾ കൂടോത്രമായിട്ടും ചാത്രമായിട്ടും അങ്ങനെ പല പേരുകളായിട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം വൈറലായ ഒരു സ്വാമിജി എൻ്റെ കൂടെയുണ്ട്. മട്ടുമേൽ മഠാധിപതി സുജിത് ആശാനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. അപ്പോൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് പാവയായിട്ടാണ്. അതെ, പ്ലാച്ചിയും കൊണ്ടിട്ടാണ്. ഇനി അവരുടെ കയ്യിലിരുന്നത് പ്ലാച്ചി തന്നെയാണോ? അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് സ്ഥലത്ത് ഒറിജിനലിന് വേണ്ടി തപ്പി, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു 3 ദിവസത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ അവസാനം ഉണ്ടാക്കിയെടുത്തൊരു പ്ലാച്ചിയാണിത്. അന്നേരം ഇത് പുറത്ത് ഇത് കിട്ടാൻ സാധ്യത കുറവുള്ള, കിട്ടുന്നില്ല. ഞങ്ങള് കേരളം മുഴുവൻ തപ്പന്നതിന്റെ അടുത്തൊക്കെ തപ്പി, പക്ഷെ കിട്ടിയില്ല. അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ കയ്യിലിരിക്കുന്ന പാവ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇണക്കിയെടുത്തതായിട്ടുള്ളതാണ്. ആണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഒരു ഇഷ്ടം പോലെ അവസാനം ഞങ്ങൾ തുണിയൊക്കെ വെച്ച് തയ്ച്ചതാ അത്. അന്നേരം അനുമോള് ഈ പാവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ അനുമോൾക്ക് വന്നിരിക്കുന്ന കയ്യിലിരിക്കുന്ന പാവക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതിൽ വാസ്തവമല്ലേ? എല്ലാവരും എന്നെ വിളിച്ച്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും മറ്റ് ചാനലുകളിൽ ഞാൻ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാനത് പറഞ്ഞത് ഫേക്ക് ആണെന്നാണ് പറഞ്ഞത്. അതെ അതെ. അന്നേരം ഇതേപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രോളന്മാരുടെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ട്രോള് ചെയ്യുക എന്നുള്ളതാണ്. അത് അനുഭവങ്ങളാണ് ശരിക്കും പാഠങ്ങളായിട്ട് വരുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ട്രോൾ ചെയ്യണത് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേ അവർ ട്രോളിങ് നിർത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാസ്തവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഇതിപ്പോ ഇങ്ങനെ ഒരു പാവയിൽ ഇങ്ങനെ ഒരു കൂടോത്രം ചെയ്യാനായിട്ട് പറ്റും? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണത്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇപ്പൊ ഇവിടെ ഈ വിഷ്ണുമായ സ്വാമി എന്നെ ഞാൻ ഉപാസിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 24 കൊല്ലം ഇവിടെ മൂർത്തി ഭാവങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് 5 കൊല്ലത്തോളമായി. മൂർത്തികളിലെ, അതായത് വിഗ്രഹങ്ങളിലേക്ക് വന്നിട്ട് 5 കൊല്ലത്തോളമായി. അങ്ങനെ വർഷങ്ങൾ നമ്മൾ പഠിച്ചതും പല പാട്ടിൽ പഠിച്ചതുമായിട്ടുള്ള പല വിഷയങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് ഇത് ആഭിചാരപരമായിട്ടുള്ള തകിട് എഴുതി കൊടുക്കുകയും അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അന്നേരം വിഷ്ണുമായയുടെ ഇതിപ്പോ ഞാൻ പറയുന്നുണ്ട്, ബിഗ് ബോസിനകത്ത് സാത്താ സേവയുണ്ട്. അനുമോൾക്ക് സാത്താ സേവ എന്നല്ല, ബിഗ് ബോസിനകത്ത് ഞാൻ സാത്താ സേവ ഉണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെ പറയാൻ പറ്റും? അത് അതിന്റെ ഇലുമിനാറ്റി ശരിക്കും അത് തന്നെയാണ് അതിന്റെ എംബ്ലവും കാര്യങ്ങളും, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ ലെവൽ. അതിനകത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ശക്തി വേണം. അനുമോള് കൂടോത്രം ചെയ്തതെന്നല്ല പറഞ്ഞ, അവക്ക് പിടിച്ചു നിൽക്കാൻ അവള് ബുദ്ധിപരമായിട്ട് ശക്തി ആർജിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഏകദേശം 100 ദിവസം 5 പേര് പിടിച്ചു നിന്നിട്ടുണ്ട്, അല്ല 7 പേരടക്കം പിടിച്ചു നിന്നിട്ടുണ്ട്. അതില് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും കഴിവുള്ളവൻ എന്താണ് ഇപ്പൊ അതിനകത്ത് തന്നെ കാണുന്നില്ലേ, വോട്ടിങ് തന്നെ മോഹൻലാൽ വോട്ടിങ് ഫുള്ളായിട്ട് പോകുന്ന മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് വിജയിനെ പൊക്കി. അന്നേരം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ് ശരിക്കും മറ്റേ പയ്യനായിരുന്നു, അനീഷായിരുന്നു ശരിക്കും ജയിക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ പുറത്ത് പല കാര്യങ്ങളിലും കാശ് കൊടുത്തൊക്കെ ചെയ്യുന്നതായിട്ടുള്ള പരിപാടിയുണ്ട്. കാശ് കൊടുത്ത് എന്ത് കാര്യവും ചെയ്യാം, വോട്ടിങ്ങും ചെയ്യാം. ഇതേപോലെയുള്ള ശക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ആഭിചാരപരമായിട്ട് നമുക്ക് പവർ ഉണ്ടാക്കാം. ഇപ്പൊ ഒരു മൂർത്തി ഭാവം അവള് കരിങ്കുട്ടിക്കാവിലും വിഷ്ണുമായ സ്വാമിയുടെ മഠത്തിലൊക്കെ പോകുന്നതായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളും, ഇത് ശക്തി ഉണ്ടെന്ന് ശരിയാണ്. അവൾക്ക് സാത്താ സേവ ഉണ്ടെന്നല്ല, അവക്ക് ഈ പാവയില് പ്രത്യേകത ഉണ്ടെന്നാ പറഞ്ഞത്. ഈ അവളുടെ കയ്യിരുന്ന് വെച്ച പാവയില് ശക്തിവത്തായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഒരു സാമ്പിൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ അന്നേരം ആ പാവനെ കുറിച്ച് നമ്മൾ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. അവള് ജയിച്ചോ, അതാണ് അതിനകത്തുള്ള കേസ്. അനുമോള് ജയിച്ചു. അപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ പാവ കൊണ്ടുപോയിട്ട് എല്ലാവരോടും മന്ത്രം ചൊല്ലുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ദേഹത്തെടുത്ത് എറിയുന്നത്, ആ സമയത്ത് പലരും പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഈ പാവ തൊട്ടവരെല്ലാം എവിക്റ്റായി പോവുകയാണ് എന്നാണ്. അങ്ങനെ അതിനകത്ത് ഇപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ക്ഷേത്ര അന്തരീക്ഷം, ഒരു ക്ഷേത്രാന്തരീക്ഷത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വിഗ്രഹത്തെ തൊടാനായിട്ട് ആരെങ്കിലും സമ്മതിക്കും? അവിടുത്തെ പൂജാരിമാര് സമ്മതിക്കും? അതെന്താ? അതിനൊരു പവറുണ്ട്. ആ പവർ ശരിക്കും മറ്റുള്ളവർ തൊട്ട്
അശുദ്ധി വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഉം. അത് മന്ത്രദീക്ഷയിൽപ്പെട്ടത്. തന്ത്രദീക്ഷയിൽപ്പെട്ട കല്ലേല് മൂർത്തിഭാവം ഉള്ളതൊക്കെ നമുക്ക് തൊടാം. ഉം. അന്നേരം ഈ കരിങ്കുട്ടിക്കാവ് എന്ന് പവർഫുള്ളാണ്. ഉം. വിഷ്ണുമായ ഇവിടെ വിഷ്ണുമായ, കരിങ്കുട്ടി, കരിങ്കാളി, വീരഭദ്രൻ, കരിനീലി എല്ലാ മൂർത്തികളും ഇപ്പൊ 8 മൂർത്തികളുണ്ട് ഇവിടെ. ഉം. 8 മൂർത്തികളെ ഞാൻ ഒറ്റ ഉപാസന, ഞാൻ ഇത്ര വർഷങ്ങളുണ്ട്, മൊത്തം 12 മൂർത്തികളാണ് വരുന്നത് ഇവിടെ. എന്നാൽ ഈ 12 മൂർത്തികളും നമ്മൾ ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടും. ഇവിടെ അധികം പൂജാതി കർമ്മങ്ങളൊന്നുമില്ല. ഇവിടെ തന്ത്ര, നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും ഇതുണ്ടാവും. പിന്നെ ആഭിചാരപരമായിട്ടുള്ള വിഷയങ്ങൾ, ആഭിചാരപരമായിട്ടുള്ള ദോഷങ്ങൾ നമ്മൾ ഇവിടുന്ന് മാറ്റാറുണ്ട്. നമ്മൾ ആഭിചാരപരമായിട്ടുള്ള താകീടുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ തന്ത്രസ്ഥാനം വരെ ശക്തി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൈ കൊടുക്കാറുണ്ട്. അവർക്ക് ഉയർച്ച ഉണ്ടാകാനും അവരുടെ കാര്യസാധ്യം ചെയ്യാനുള്ള അതേപോലെയുള്ള തകിടുകൾ ആ പാവേടാത്തുണ്ടെങ്കിൽ അവള് ജയിക്കും. ഇപ്പം നമ്മൾ രക്ഷപ്പെടാനുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരാളെ നശിപ്പിക്കാനുള്ളതും അതുപോലെ ചെയ്ത് കൊടുക്കുവോ? ഇല്ല, അത് ചെയ്ത് കൊടുക്കാത്തതിന്റെ കാര്യം അത് ഞങ്ങൾക്ക് റിമൂവ് ആവും. അതായത് നമ്മൾ ഒരു പാർട്ടിയിൽ പോയിട്ട് അത് എടുത്തുകൊണ്ട് വരിക. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് രാശി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ഭാഗത്ത് ഇന്ന പോലെ തകിടുണ്ടോ എങ്കിൽ അത് കണ്ടുപിടിച്ച് ഇവിടെ ഇരുന്ന് നമുക്ക് രാശിയിൽ അറിയാൻ പറ്റും ഇന്ന ഭാഗത്തുണ്ടെന്നുള്ളത്. അത് അത്ര ദുരിതപരമായിട്ടുള്ള വിഷയമാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് അത് എടുത്തിട്ട് അത് മാറ്റി കൊടുക്കും. മനസ്സിലായേ? അതേപോലെ തന്നെ പ്രേതബാധ വിഷയം ഉണ്ടെങ്കിൽ നമ്മളത് അവിടെ ചെന്ന് മാറ്റണ്ടാണെങ്കിൽ ചെന്ന് മാറ്റി കൊടുക്കും. അല്ലാത്തവർക്ക് ഇവിടെ നേരിട്ട് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി അവരെ ക്ലിയർ ചെയ്ത് അതൊരു 3 ട്രിപ്പ് വരുമ്പോൾ തന്നെ നമ്മൾ അവരെ ക്ലിയർ ആക്കി വിടും. നമ്മളെ എല്ലായിടത്തും അതല്ല, എല്ലാവർക്കും ധനം മതി. ധനത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്ന കർമ്മവേദിയിലാണ്. അതാണ് നമുക്ക് ചെയ്യണത്. സ്വാമി പറയുന്നത് ഈ പറഞ്ഞ അനുമോള് ജയിക്കാനായിട്ട് എന്തോ ചെയ്തിട്ടാണ് ആ പാവ കൊണ്ടുവന്നത് എന്നാണോ? തീർച്ചയായിട്ടും അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വേണം നമുക്ക്. ബ്ലാക്ക് മാജിക് പോലെയുള്ള ഗൂഢമായിട്ടുള്ള ഒരു ഇതാണ് ഈ ബോസിന്റെ അകത്തുള്ള. അല്ല, ഞാൻ ഈ പ്ലാച്ചിനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ബ്ലാക്ക് മാജിക് ഡോളും നോക്കിയപ്പോ ഈ കറക്റ്റ് പ്ലാച്ചിയുടെ രൂപത്തിൽ ഇത് തന്നെയാണ് വന്നത്. അത് ഇത് കർമ്മങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാവകളിൽ പെട്ടതാണ്. അത് ശരിക്കും നമ്മുടെ കേരളത്തിലൊന്നും ഇത് ഉപയോഗിക്കാറില്ല. കേരളത്തിലൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ശരിക്കും പുറം രാജ്യങ്ങളിലൊക്കെ നമ്മളെ പുറം ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കയറി നമുക്ക് കാണാൻ പറ്റും. അത് ഈ ശരിക്കും പറഞ്ഞ അവിടുത്തെ ആഭിചാരം എല്ലാത്തിനും റൂട്ടെല്ലാം ഒന്നു തന്നെയാണ്. കർമ്മവേദിയിൽ റൂട്ടെല്ലാം ഒന്നു വെച്ച് കഴിഞ്ഞാൽ ബോധിധർമ്മൻ കേട്ടിട്ടുണ്ടോ? ബോധിധർമ്മൻ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും തമിഴ്നാടുകാരനാണ്. പുള്ളിയുടെ അവസാനം എവിടെയായിരുന്നു? ചൈനയിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആത്മീയപരമായിട്ടുള്ള കാര്യം ചൈനയുടെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് ഇവിടുത്തെ നമ്മുടെ നേപ്പാൾ. എന്നിട്ട് ചൈനയുടെ ആ ഒരു ഇത് കണ്ടന്റ് തന്നെയാണ്. അതായത് ഇവിടെ നേപ്പാൾ. അന്നേരം ബോധിധർമ്മപരമായിട്ടുള്ളതും ബുദ്ധപരമായിട്ടുള്ളതും കർമ്മവേദിപരമായിട്ടും ചൈനയും ഭൂട്ടാനും ഇതൊക്കെ ശരിക്കും വിശ്വാസത്തിന്റെ ഒരു ഇതിൽ തന്നെ ഇരിക്കും. അന്നേരം ഇവിടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു വിശ്വാസത്തെ എങ്ങനെ കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കാശ് കൊടുത്ത എന്ത് നമുക്ക് കിട്ടും. ഇപ്പൊ ശബരിമലയിലെ തന്നെ കണ്ടില്ലേ, ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവന്നു. പുള്ളി പറയണത് ഞാൻ കാശൊന്നും കൊടുത്തിട്ടില്ലെന്നാ പറയുന്നത്. അന്നേരം നമുക്ക് കാശ് കൊടുക്കാതെ തന്നെ മൂർത്തിഭാവങ്ങള് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാവുന്നൊരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. അന്നേരം ഇത് ഉപാസിച്ചിരിക്കുന്നവർക്ക് കാശിന് വേണ്ടിയിട്ട് അവര് മൂർത്തിനെ അതിന്റെ ചൈതന്യത്തെ ചൂസ് ചെയ്യാറുണ്ട്. നമ്മളിവിടുന്ന് മൂർത്തിനെ ആർക്കും ചൂസ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിച്ചു തരാൻ തയ്യാറാണ്. ഇവിടെ ഞങ്ങൾ ബന്ധിച്ചിട്ടില്ല, എല്ലായിടത്തും ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. ക്ഷേത്രാചാരപരമായിട്ടും മതപരമായിട്ടും ബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളെ കൂടുതലുള്ളൂ. ഇവിടെ ബന്ധിക്കാറില്ല. ബന്ധിക്കാറില്ലെന്ന് വെച്ചാൽ മൂർത്തികളെ നമ്മൾ ബന്ധിച്ചിട്ടിരിക്കുന്ന അഷ്ടബന്ധം കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ളതും ക്ഷേത്രത്തിന് ചുറ്റിനും ബന്ധം. അതേപോലെ ഏത് മൂർത്തിഭാവത്തിനും അവരെ ബന്ധനം കൊടുക്കുന്നതിന്റെ കാര്യം അവരുടെ കൈപ്പിടിയില്ല. അവിടെയാണ് ഈ കോഴി കുരുതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സിലായി? തന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു മൃഗത്തിനെ കൊല്ലുകയാണെങ്കിൽ താൻ പേടിക്കും ഓട്ടോമാറ്റിക്. അന്നേരം പേടിക്കുമ്പോൾ ഞാൻ ചെയ്തോളാന്ന് പറയും. അല്ലെങ്കിൽ കത്തിയെടുന്ന് കിട്ടിയിട്ട് കൊല്ലും, നിന്റെ കാര്യം ചെയ്തു തന്നെ പറഞ്ഞ് ചെയ്യാന്ന് പറയും. എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച് ചെയ്യുന്ന കർമ്മവേദികളാണ് കൂടുതൽ ഈ കോഴിക്കുരുതി. ശരിക്കും പറഞ്ഞ ഒരു മൂർത്തികൾക്കും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഭയപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം കൊണ്ടാണ് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ചൈതന്യത്തിന് പൈസ കൊടുത്ത്
മേടിച്ച്, അതായത് ശരിക്കും പറഞ്ഞ തന്ത്രദീക്ഷയും മന്ത്രദീക്ഷയൊക്കെ പഠിച്ചിരിക്കുന്നവർക്ക് കാശിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്നുള്ള ഒരു മൂർത്തി ഭാവങ്ങളെ ചൂസ് ചെയ്യണം. അന്നേരം ആ പാവം എനിക്കൊന്ന് തരാം. ഉറപ്പായിട്ടും. അന്നേരം ഇത് നല്ല ഭംഗിയായിട്ട് ഇണക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് മാത്രമാണോ അനുമോള് ജയിച്ചത് അതില്? ഇതിപ്പോ നോർമലി ഒരു പാവയാണ്. അതെ, ഇത് ശരിക്കും നന്നായിട്ട് ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. അത് ആദ്യമേ കണ്ടതുപോലെ തന്നെ. അതൊരു ടെഡി ബിയർ ആയിരുന്നു, അതിനെ ഞങ്ങൾ അങ്ങനെ ഇത് ചില ഇതിനൊക്കെ പറഞ്ഞ 1000 രൂപ ഉണ്ടെങ്കിൽ പാവന് കിട്ടുമെന്നാണ്. പക്ഷെ ശരിക്കും പറഞ്ഞ ഞാനിത് തിരക്കാനൊന്നും പോയില്ല. ഇനി ഞാനിത് മേടിച്ചു വെച്ചിട്ട് ഇനി അന്നേരം ഇതേപോലെയുള്ള നിങ്ങളിത് ശ്രദ്ധിച്ചോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു തന്ത്രം അറിയാവുന്നവന് ഇതേപോലെ തകിടിൽ എഴുതാം. കണ്ടല്ലോ, ഇതുണ്ട, ഇത് തകിടായത്. ഇത് ശരിക്കും ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു ഈ പാവന നിങ്ങൾക്ക് കിട്ടില്ലെന്ന്. എന്നിട്ട് ഇവര് നേരത്തെ ഇത് കൈകാര്യം ചെയ്ത്, അതായത് ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ വേറെ ഇതിന്റെ ഉള്ളില് എവിടെയെങ്കിലും ഉള്ളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഓരോ പാവേനെ കൈ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കും, പാവയുടെ ഭംഗി നോക്കും, ഇതൊന്നും ഉണ്ടായാലും അതിനകത്ത് ശരിയല്ലേ. അങ്ങനെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള മന്ത്രപരമായിട്ടുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ബൂസ്റ്റ് ചെയ്യും. ഇതിനിപ്പോ ഓൾറെഡി പവർ ഉണ്ട്. ഉണ്ടോ? രക്ഷപ്പെടാനുള്ളതാണോ അത് തകർക്കാനുള്ളതാണോ? അതാണ് ഇതിനകത്തുള്ള കാര്യം. ഒരു ഭാഗം നമ്മൾ പറയുമ്പോൾ ട്രോളന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ തകിട് വെച്ച് തരികയാണെങ്കിലോ ഭക്ഷണത്തിനകത്ത് ചേർത്ത് തരികയാണെങ്കിലോ ആഭിചാരപരമായിട്ടുള്ള അറിയാവുന്നവൻ ചെയ്താൽ അവന്റെ അവസാനവും ഉണ്ട്, നല്ലതും ഉണ്ട്, ചീത്തതും ഉണ്ട്. അങ്ങനെയൊക്കെ ഒരാളുടെ ജീവിതം തകർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മുഴുവൻ ഓരോ വീടുകളിൽ നിന്ന് പോയി എടുക്കുന്നത്. വീടുകളുടെ വാതിക്കയിൽ സ്ഥാപിച്ചിട്ട് സ്ഥാപനങ്ങളുടെ ഇത് കുറച്ചേ ഉള്ളൂ. അവിടെ വലിയ പറഞ്ഞിടത്ത് നിറച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4-ാം വേദത്തിലൊക്കെ ചെയ്യുന്ന ആഭിചാരപരമായിട്ടുള്ള തകിടുകൾ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. എന്നാൽ ഇത് സ്ഥാപിച്ചിട്ട് അവരുടെ വീടും സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥ വരുന്നത്. ഇത് ശരിക്കും ഇത് ആവാഹിച്ച് ചെയ്യുന്ന പ്രേതബാധേനാണ് ഇതിൻ്റെ അകത്ത് ആവാഹിച്ച് ചെയ്യുന്നത്. ഇത് മറികടന്ന് നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് ശരീരപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളും വിഷയങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. പക്ഷെ വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് വെറും തകിടായിട്ട് തോന്നും. പക്ഷെ വിശ്വാസം ഇല്ലാത്തവർ ഇതൊന്ന് മറികടന്ന് നോക്കിയാൽ അവർക്ക് വിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് ഞങ്ങൾ എടുത്തതാണ്, ഓരോ പാട്ടിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ വലിയ ഭരണിടത്തിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആരും സ്വർണത്തിന്റെ തടി ചെയ്യാറില്ല. സ്വർണത്തിന്റെ തടി ചെന്ന് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകാൻ പോകണം. ഇത് ആരും എടുക്കാറില്ല, എല്ലാവർക്കും പേടിയാ. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും, അങ്ങനെയുള്ള വിഷയങ്ങൾ. അന്നേരം ഇത് നിങ്ങളെ കാണിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭിചാരം എന്താണെന്നുള്ളതും കൂടോത്രം എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഈ പാവയുടെ കാര്യം പറഞ്ഞു. അന്നേരം ഇതിനകത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എന്ന് കഴിഞ്ഞാൽ നിങ്ങളിത് കയ്യിൽ വെച്ചിട്ട് നടക്കും. ഈ പാവയുടെ ഈ ഭാഗത്താ വെച്ചിരിക്കണം. ഒന്ന് പിടിച്ചു നോക്കിക്കേ, നല്ല ചൂടാവല്ലോ ഉണ്ടാന്നുള്ളത് അറിയാം. കുറച്ച് കഴിയും കൈ ഇങ്ങനെ പിടിച്ചു പോകും. ചെറിയൊരു ചൂട് പോലെ കാണിക്കുന്നുണ്ട്. അതാണ് ഈ മന്ത്ര തകിടിന്റെ വ്യത്യാസം. അതായത് അതിന് എനർജി വെക്കും. ഇപ്പൊ ചൂടാകാൻ തുടങ്ങിയ അതാണ് ഇതിന് ശക്തി വെക്കുക. ഇത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ തരികയാണ്, നിങ്ങൾ ഇന്ന പോലെ ആകണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ തനിക്ക് വേണ്ട പവർ ഇതിൽ നിന്ന് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വെറുതെ അല്ല രക്ഷാപരമായിട്ടുള്ള മന്ത്രത്തകിടുകൾ ഈ മാലകളിലൊക്കെ ഓരോരുത്തർ ഇട്ടിരിക്കുന്നത്. ഇത് വെറുതെ ഇട്ടിരിക്കണതല്ല. ഇത് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി. അത് ചില വടക്കേ ഇന്ത്യ എന്നൊക്കെ വന്നവരുടെ കയ്യിലൊക്കെ കല്ലിൻ്റെയും വലിയ തകിടുകളൊക്കെ കാണുന്നത്. എന്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ കൂടുതലും ശബരിമലയിലേക്ക് വരുന്നത്, ചാത്തൻഅടിക്കലേക്ക് വരുന്നത്? അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്.
ഇവിടുന്ന് നമുക്ക് എന്നെ കാണാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് എത്ര പേര് വരുന്നുണ്ട്? ഒത്തിരി പേര് വരാറുണ്ട്. അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് അതായത് ഒരു ദിവസം എടുക്കും അവർ ഇവിടെ വന്നിട്ട് പോണേ. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അവർ. എന്തുകൊണ്ടാണ്? അവർ ബിസിനസ്സുകാരാ. അതേപോലെ നമുക്ക് സാമ്പത്തികപരമായിട്ട് ഉന്നതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കരുത്ത് കൂടെ വേണം. അതായത് സൈക്കിളിൽ പോണതും ഏറ്റവും കൂടിയ ഹാർലി ഡേവിഡ്സന്റെ ബൈക്കിൽ പോണതുമായിട്ടുള്ള വ്യത്യാസം പുള്ളിക്കും. അവൻ കരുത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവൻ അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന് സ്പീഡിൽ വേഗം എത്താവുന്ന രീതിയിൽ ഉയരങ്ങളിൽ എത്താനുള്ള കാര്യങ്ങൾ അവൻ ചെയ്യും. അപ്പൊ ഇതുപോലെ അനുമോൾ ഇപ്പൊ ജയിക്കാനായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അതിനുള്ളിൽ ആരെങ്കിലും തകർക്കാനായിട്ടും അത് ചെയ്തിട്ടുണ്ടാവോ? പാവയുടെ അകത്താ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവക്ക് മാത്രം ജയിക്കാനുള്ള ശക്തി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ തോക്കൂല. അങ്ങനെ കൂടെ വരാം. മേ ബി ഈ പാവനെ നിന്ദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഷിയാസ് കരീം വന്നിട്ട് പാവനെ അടുത്ത് എറിയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ ചെയ്യുന്ന ആൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ശരിക്കും അതൊരു എനർജി അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തനിക്കൊരു എനർജി ഉണ്ട്, തന്നെ ഉപദ്രവിച്ചാൽ താൻ വെറുതെ ഇരിക്കും? ഇല്ലല്ലോ. ചില ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതെന്താ ഇത്ര ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? ഇവിടെ ഫുൾ ഓപ്പൺ സ്പേസ് അല്ലേ ഇവിടെ. ഇവിടുന്ന് ഒരു സാധനം എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ മൂർത്തിഭാവത്തിനുള്ള വ്യത്യാസം. ഇതിനകത്ത് കിടന്നിട്ട് കറക്കിക്കളയുന്നത്. ഞങ്ങൾ ഫുൾ ഓപ്പണാണ്, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങളെല്ലാം തുറന്നിട്ടിരിക്കും ഇവിടെ. ഭഗവാൻ തന്നെ കാത്തോളുന്നത്. ഇവിടെ ഭഗവാനായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ ഒരു കൂടപ്പുറപ്പിനെ കൂട്ടാണ് ഞങ്ങൾ മൂർത്തിനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പം എല്ലാവർക്കും രക്ഷപ്പെടണം, ഫിനാൻഷ്യലി സെറ്റിൽ ആവണം എന്ന് എല്ലാവർക്കും ഉള്ള ആഗ്രഹങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എല്ലാവരും ചെയ്താൽ പോരെ? മിക്കവർക്കും പെട്ടെന്ന് കാശുണ്ടാകണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് വരുന്നത്. അങ്ങനെയല്ല. നമ്മളൊരു മൂർത്തിയിലേക്ക് ചെല്ലുന്നു, ആ ഒരു ചൈതന്യത്തിലേക്ക് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പാടാണ്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഉപാസനകളും പ്രാർത്ഥനകളും ആ ഒരു വിശ്വാസവും കാര്യങ്ങളും. അതായത് ശരിക്കും നമ്മൾ ഒരു സ്കൂളിൽ നിന്നൊരു പഠനം തുടങ്ങണ പോലെ അവൻ പഠിച്ചെല്ലാം മറക്കാതെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ ഉന്നത പഠനത്തിൽ നല്ല മാർക്ക് മേടിച്ചിറങ്ങുന്നതായിട്ട് കണ്ടു. എന്ന് പറഞ്ഞ പോലെ ഒരു മൂർത്തിനെ നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെന്നിട്ട് എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കുറെ വഴിപാട് ചെയ്താലൊന്നും മൂർത്തിയൊന്നും കൂടെ വരത്തൊന്നുമില്ല. മൂർത്തിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടുത്തെ മഠത്തിന് എന്ത് പവർ ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. മനസ്സിലാക്കി തന്നോ? തനിക്ക് ചെറിയ ദോഷമുണ്ട്, ആ ദോഷം ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞത് മാറ്റി തന്നു. അന്നേരം അത് നമുക്ക് മാറ്റാൻ പറ്റണ എന്താ? അത് അവിടുത്തെ ഉപാസന ശക്തി. അന്നേരം എനിക്ക് ശിഷ്യന്മാരുണ്ട്, പിള്ളേർ പഠിച്ചു വരുന്നുണ്ട്, അനുഗ്രഹിക്കുന്ന പിള്ളേരാണ് കൂടുതൽ. അന്നേരം അവർ അനുഗ്രഹിച്ച് വരുന്ന ഒരു പരിചയമില്ലാത്തവരുടെ വിഷയങ്ങൾ, അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാ ഈ വിഷയങ്ങൾ എങ്ങനെ എടുക്കാൻ പറ്റണം? അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കണ. അത് പറയാനുള്ള കാര്യം ട്രോളന്മാർക്കിട്ടുള്ളതാണ്. അവർ ട്രോളന്മാരെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചടങ്ങ് നടക്കുന്നത് കർത്തവാവിന് മുമ്പത്തെ ദിവസമാണ്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ തെളിയിച്ചു കൊടുക്കാൻ. അല്ല, ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ചോദിക്കണമെങ്കിൽ നേരിട്ട് വരണം, സംവാദത്തിൽ വരണം. നിങ്ങൾക്ക് ചോദിക്കണമെന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ നേരിട്ട് വന്നു. നിങ്ങൾ അത്രയും ദൂരത്തുനിന്ന് ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയണമെന്നുണ്ടാണ്, അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടാണ്. വെറുതെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് ശരിക്കും അതിനൊരു സത്യാവസ്ഥ ഇല്ലെങ്കിൽ, എന്നുവെച്ചാൽ ഈ കാലഘട്ടത്തിൽ താന്ത്രികപരമായിട്ടുള്ള കുറെ പണത്തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അത് നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ളൊരു സംശയം നിങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നേരിട്ട് വന്ന്. നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന്? ബോധ്യപ്പെട്ടോ? അത് നിങ്ങൾ ജനങ്ങളിലേക്ക് പറയണം. ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കണം. മാധ്യമങ്ങളെല്ലാം ഉണ്ട്. മാധ്യമങ്ങള് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട്, അവർക്ക് കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ കണ്ടെന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചു തരാന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്നലെ എന്നെ വിളിക്കുമ്പോ ഞാൻ ഒഴിവിന് പോകുകയാണെന്ന് പറഞ്ഞു.
രാത്രി അങ്ങനെ പ്രേതബാധ മുഴുവനാ മതി. ഒരു ബാധിച്ചിരിക്കുന്നവരുടെ കുടുംബത്തിൽ രക്ഷിക്കാനാ മതി. അത് കഴിഞ്ഞ് ഞാൻ 10:30-11 മണിയായി കഴിഞ്ഞപ്പോൾ അന്നേരം നമുക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ രക്ഷിച്ചു കൊടുക്കണം. ഈ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രേതത്തിനെ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട്. അത് സത്യം? 2 വശങ്ങളുണ്ട്, നെഗറ്റീവും ഉണ്ട് പോസിറ്റീവ്. അന്നേരം പണ്ടത്തെ മുസ്ലിം പരമായിട്ടുള്ള തങ്ങളുമാരും കുടുംബപരമായിട്ടൊക്കെ അവർ പറയുന്ന ഒരു ഉപ്പമാരൊക്കെ പറയും, രാത്രി മക്കളെ രാത്രി സഞ്ചരിക്കരുത്, മറ്റു പ്രേതബാധപരമായിട്ടുള്ളവരൊക്കെ സഞ്ചരിക്കുന്നതാണ്, അവരുടെ കണ്ണിൽ പോയി പെടരുത് എന്ന് പറയാറില്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അതായത് മുസ്ലിം പരമായിട്ടുള്ള തങ്ങന്മാരൊക്കെ എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് ഞാൻ. അന്നേരം അവരുടെ വിഷയങ്ങൾ എടുക്കാറുണ്ട്, നമ്മൾ നമ്മുടെ വിഷയങ്ങളും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങാട്ടിക്കൊണ്ട് സംസാരിക്കാറുണ്ട്. അന്നേരം ഹിന്ദുപരമായിട്ടും പറയുന്നുണ്ട്, ഗർഭിണിയായിരിക്കുന്ന പെണ്ണുങ്ങള് സന്ധ്യാസമയങ്ങളിൽ കാവുകളും സന്ധ്യാസമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പ്രേതബാധാപരമായിട്ടുള്ളതിൻ്റെ നോട്ടവും ദൃഷ്ടിയിലും പതിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് അപകടങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് കേസ് ഞാനത് വന്നിട്ട് വിഷയങ്ങൾ തീർത്തിട്ടുണ്ട്. അതിന് എല്ലാ മതസ്ഥർക്കും ഉണ്ട്, പക്ഷെ ഇതിൻ്റെയൊക്കെ മൂലസ്ഥാനം ഒന്ന് തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെല്ലാം അടിമയാണ്, എല്ലാത്തിനും ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ. മറ്റുള്ള ഈ ഞാൻ പറയില്ലേ ട്രോളന്മാരും ഈ വിശ്വാസം ഇല്ലാത്തവരാണ് ഇതിനെ വിഘടിപ്പിക്കുന്നത്. കലിയുഗമാണ്. കലിയുഗത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് വിഷ്ണുമായ. അതായത് കലിയുഗ വരദനാണ് ശാസ്താവ്, ബാലശാസ്താവ് എന്ന് പറയുന്നത് ശാസ്താവ്, എല്ലാം അയ്യപ്പൻ, ശബരിമല അയ്യപ്പൻ, ഇതെല്ലാം നമ്മുടെ പ്രകൃതിയുടെ സത്യമാണ്. പ്രകൃതിയാണത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, പ്രകൃതിയാണ്. അവിടെ നമുക്ക് സമത്വം, അവിടെ ഞാനെന്നോ നീയെന്നോ ഭാവമില്ല. തത്വമസി, ഞാൻ തന്നെയാണ് നീ എന്ന് പറയുന്നത്, നീ തന്നെയാണ് ഞാൻ. നീ എൻ്റെ അടുക്ക് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ച് പെരുമാറുന്നു. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ ശബരിമല അയ്യപ്പൻ ഉണ്ടാകുന്ന പോലെ സംശയത്തിന്റെ പുറത്തായി. ഈ പ്രാവശ്യം ഞാൻ എന്തായാലും പോകുന്നുണ്ട് നോക്കാൻ, അയ്യപ്പനുണ്ടോ എന്ന് നോക്കണമെന്ന് ആഗ്രഹം. അതായത് നമ്മുടെ പ്ലാച്ചി, അന്നേരം കണ്ടല്ലോ നിങ്ങൾ പ്ലാച്ചീനെ കണ്ടല്ലോ. പ്ലാച്ചിയിൽ ഞാൻ എന്നെ പോലെ പറഞ്ഞു ഇതിന് പവർ ഉണ്ടെന്ന് പറഞ്ഞ്, അത് പവർ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് ആർക്കെങ്കിലും ബോധ്യപ്പെടണം. അന്നേരം ഈ തകിട് ഞാൻ ഇതേപോലെ തകിടുകൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള തകിടുകൾ അറിയാവുന്നവൻ എഴുതിയാണെങ്കിൽ അവന് കൂടുതൽ ശക്തി പ്രാപിക്കും. അപ്പൊ അത് ആ പാവയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലേ? ആ പാവം നമ്മുടെ കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയില്ല. ഇനി ഉണ്ടെങ്കിൽ തരുമോ? തരുമോ? ഉണ്ടെങ്കിൽ തരുമോ? അതെന്താ തരാത്ത? അതിന് ബിഗ് ബോസിന് ശേഷം പ്ലാച്ചി പിന്നെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. ആ തുണലിരിക്കണ ഇതേപോലെ ബ്ലാക്ക് മാജിക്കിന്റെ അവിടെ നിന്ന് എടുത്തിട്ട് വന്നത്. ആ തൂണിന്റെ അവിടെ ഒരു ഇരിക്കണ എടുക്കാവോ? ആ ഇത് ഞാനൊരു വീട്ടിൽ ഒരു വിഷയം എടുത്തപ്പോൾ കിട്ടിയ അതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുക. അന്നേരം ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ചെയ്ത് നമ്മുടെ വീടുകളിൽ ഒരു പുനഃവാസ്തുവിലൊക്കെ ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഒരു വീടൊക്കെ വെച്ച് നമ്മൾ നല്ല ജീവിതങ്ങളൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞ് നമ്മളൊരു വീട് വെക്കാൻ എല്ലാവരെയൊക്കെ വിളിച്ച് പാല് കാച്ചിന് വരും. ഇവർ ഓരോ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരും. ഈ ഗിഫ്റ്റിനകത്ത് നമ്മളോട് ശത്രുഭാവമുള്ളവൻ, നമ്മൾ നന്നാകണത് ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ളവൻ, അറിയാവുന്നവർ ഇതേപോലെ ഒരു തകിട് ചെയ്ത് ഇതേപോലെയുള്ളൊരു ഭംഗിക്കുള്ള ഇതാരെയും കളയരുതെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് തരും. പിറ്റേ ദിവസം തുടങ്ങും അവരുടെ വീട്ടിലെ വിഷയങ്ങൾ. ഭാര്യ ഭർത്താവിൻ്റെ തലക്കിട്ടടിച്ച് അവിടെ കൊലപാതകം നടന്ന് രണ്ട് വഴിക്കായി, പിള്ളേരെ അടുത്ത് ദൂരെ എറിഞ്ഞ്. നമ്മുടെ ഈ ഇതുപോലൊരു പാവ പണ്ട് മിസ്റ്റർ ബീന്റെ കയ്യിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, ഒരു മിസ്റ്റർ ബീൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലും പണ്ട് ഇങ്ങനെ കുറെ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ ഗോസിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ബീന്റെ അതിനകത്ത് പുള്ളി പറയുന്നത് ഞാനത് കാണാറുണ്ടായിരുന്നു. ആ പരിപാടി എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്വന്തമായിട്ട്, അതായത് അവനവനെ പൂജിക്കുക. ശ്രീനാരായണ ഗുരുദേവനുണ്ട്, അവനവനെ പൂജിച്ചതിന് ശേഷം വേണം മറ്റുള്ളവരെ പൂജിക്കാനെന്ന് പറയുന്നത്. അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സ്വന്തം നമ്മളെ സ്നേഹിക്കാറുണ്ടോ? ഇല്ല. നമ്മളെ മനസ്സിലാക്കാറുണ്ടോ? ഇല്ല. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാറുണ്ടോ? ഇല്ല. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്നിട്ട് ഫുൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ആരാണെന്നും ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്നും നന്നായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയ ഉയരങ്ങളിലെത്തും. നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പുറത്തവൻ എന്ത് കാണിക്കണം, അതിനേലും ബദല് നമ്മൾ കാണിക്കണം. അന്നേരം മിസ്റ്റർ ബീനിനകത്ത് കാണിക്കുന്നത് പറഞ്ഞാൽ പുള്ളി ആ പാവയായിട്ടാണ് കളിക്കൂട്ടുകാരൻ. അതായത് ഒരു പാവയുണ്ടെങ്കിൽ ജീവിക്കാന്നുള്ളത് അത് തന്നെയാണ്. അതിനകത്തൊരു പറയുന്നുണ്ട്, നമ്മുടെ നിഴല് മാത്രമേ നമ്മുടെ കൂടെ സഞ്ചരിക്കുകയുള്ളൂ. നമ്മുടെ എന്ത് സന്തോഷത്തിലും എന്ത് ദുഃഖത്തിലും കൂടെ നിൽക്കുന്നത് നമ്മുടെ നിഴല് മാത്രമാണ്. അതിനെ നമുക്ക് വിശ്വസിക്കാം പൂർണ്ണമായിട്ട്. നമ്മളല്ലാതെ നമ്മള് കൂട്ടുകാരുണ്ട്, നല്ലൊരു ഭർത്താവ് ഉണ്ടെന്നൊക്കെ പറയണത് അതൊക്കെ വെറുതെ, അതൊക്കെ വെറും കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. കുടുംബ വിഷയം തന്നെയാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പിരിഞ്ഞു പോകുന്നതിൻ്റെ അകത്തുള്ള മെയിൻ കാര്യങ്ങൾ ഒരു കരാറ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ കൂടെ ജീവിച്ചോളാം. അന്നേരം നിന്റെ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിയുമ്പോൾ അവൻ വേറൊരാളുടെ കൂടെ പോകും. എല്ലാവരും വിചാരിക്കണം ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. പണ്ട് സതി എന്ന് പറയുന്ന ഒരു നിയമങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ തീച്ചാടിച്ചാവും. ഇപ്പൊ നീ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് മരിച്ച നീ തീച്ചാടിച്ചാവൂ, വേറെ പണിയുണ്ടെന്ന് നോക്കും. ആ കാലഘട്ടമൊക്കെ മാറി. അന്നേരം അതേപോലെയുള്ള കാര്യങ്ങൾ ചോദിക്കാനും പിന്നെ നേരെ നിന്ന് സംസാരിക്കാനുമായിട്ട് ഇപ്പൊ ആളുകൾക്ക് പ്രാപ്തനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉയരങ്ങളിൽ വരാൻ പറ്റുന്നത്. നമുക്ക് എന്ത് കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഈ സാധനം നിങ്ങൾ കിട്ടാതെ എത്ര പാട്ടി പോയി, ആ സാധനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്ത് ആ സാധനങ്ങൾ കൊണ്ടുവന്നു, അതിനകത്ത് ഇവിടുന്ന് ഞാൻ മനസ്സിലാക്കി തന്നു, ഇങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് മീൻസ് എനിക്കുള്ളൊരു ഡൗട്ട് മാത്രം, സ്വാമി പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? പ്രേതത്തിനെ കണ്ടിട്ടില്ല, പക്ഷെ പ്രേതത്തിനെ പോയി ഒഴിവ് ചെയ്യും. അപ്പൊ കാണാതെ എങ്ങനെ ഒഴിവ് ചെയ്യുന്നേ? കാണാതെ എങ്ങനെ ഒഴിവാക്കുന്നേ? പ്രേതം എന്ന് പറയുന്ന സാധനം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സിനിമയ്ക്കാണ് പ്രേതം എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ബോഡിക്കാ പ്രേതം എന്ന് പറയുന്നത്. അതിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ചോദിച്ച ചോദ്യത്തിൽ തന്നെ തെറ്റല്ലേ? എനിക്കറിയില്ല, നോർമലി ഉള്ള ഒരു ചോദ്യം. എല്ലാവർക്കും അങ്ങനെയല്ല. പ്രേതം എന്ന് വെച്ചാൽ, പ്രേതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ മരിച്ച ജഡത്തിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. മരിച്ചു കിടക്കുന്നത്, അതായത് ശ്വാസം നിലച്ചു കിടക്കുന്ന മരച്ചു കിടക്കുന്ന ബോഡീനെ പ്രേതം എന്ന് പറയാം. അപ്പൊ ഒഴിവാക്കാൻ പോകുന്നത് എനർജീസ് ആണോ? നെഗറ്റീവ് എനർജി. നമ്മൾ സിനിമയിലൊക്കെ ചിലവർക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, നിഴലായിട്ട് കാണാൻ പറ്റും. അത് കാണാൻ പറ്റും. അല്ലാതെ ഒരു ഫുൾ സ്ട്രക്ചറിൽ മറ്റേ ഇംഗ്ലീഷ് സിനിമ ഇടാത്തൊക്കെ വരുന്ന പോലെ ഒന്നും ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അത് തെറ്റിദ്ധാരണയാണ്. അതായത് നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഒരു പുകമറ പോലെ നമുക്ക് ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ശരീരത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടാവും. എന്തുപറ്റി? എന്തോ ഇങ്ങനെ എന്റെ കയ്യിലേക്ക് ചോദിക്കേ. ഓക്കെ ഓക്കെ. അതായത് തനിക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് ഞാനത് പ്രൂവ് ചെയ്തതാ. തനിക്ക് ബാധാപരമായിട്ടുള്ള ദോഷം ഉണ്ടെന്ന് ഞാനിവിടെ വന്നപ്പോഴേ പറഞ്ഞു. ഇതിനകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദോഷമുള്ളവർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ. കൂടെ എല്ലാവരും പ്രവേശിച്ചല്ലോ, എല്ലാവർക്കും ഉണ്ടോ? അപ്പോ ചെറുതായിട്ടുണ്ടാവും, ലിങ്ക് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഇത് മാറാനുള്ള സമയമാകുമ്പോൾ മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കൂ. ഇതാണ് ആദിവാസി സമ്പ്രദായം എന്ന് പറയുന്നത്. ശരിക്കും മലയന്മാരുടെ
പൂർവികമായിട്ടുള്ള ശക്തിയാണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ദോഷമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റൂ. വഴിയെ പോണവർക്കൊന്നും ഓടി വന്ന് കയറാൻ തൊഴാനൊന്നും പറഞ്ഞ സ്ഥലമല്ല ഇത്. ഇവിടെ വല്ല പരസ്യങ്ങളും കണ്ട ഇവിടെ നിങ്ങൾ നോക്കിയോ വല്ല രസീത് കുറ്റിയോ വല്ലതും ഉണ്ടാകുന്നു? ഒന്നുമില്ല. അന്നേരം ദൂരസ്ഥലത്ത് നിന്നും അടുത്തുനിന്നും ദൂരസ്ഥലത്ത് നിന്നൊക്കെ വരുന്നവരുടെ വിഷയങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും. പരസ്യം വെച്ചാൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നോക്കണ്ടേ? വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കണമെങ്കിൽ സമയമെടുക്കും. ആ പഠിച്ചിട്ട് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് അവരെ ഉയരങ്ങളിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ 3 ട്രിപ്പെങ്കിലും ഇവിടെ വരേണ്ടി വരും. പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാറുമുണ്ട്. ഇവിടെ വലിയവനോ ചെറിയവനോ ഒന്നുമില്ല, ഒറ്റ മൈൻഡ്. അതിനുശേഷം അവൾ ആ പാവനെ നശിപ്പിച്ചിട്ടുണ്ടാവോ? ഈ തന്നിരിക്കുന്ന അതായത് ഈ തന്നിരിക്കുന്നപരമായിട്ട് ഇതേപോലെ വെച്ചിരിക്കുന്നപരമായിട്ടുള്ള തകിടുകളായിരിക്കും അവനത് സൂക്ഷിച്ചിട്ടുണ്ടാവുക. ഇത് നമ്മളെ ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ തൻ്റെ കയ്യിൽ തന്നെ താൻ കാണിക്കുക, ആരെങ്കിലും തൻ്റെ വാച്ചിനകത്ത് ഞാൻ വെച്ച് തരാം, തൻ്റെ കമ്മലിനകത്ത് ഞാൻ വെച്ച് തരാം. ഞാൻ പേനയുടെ അകത്ത് എഴുതി വെച്ച് കൊടുക്കാറുണ്ട് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി, പരീക്ഷയ്ക്ക് പോകുമ്പോൾ മാർക്ക് കിട്ടാൻ വേണ്ടി, അവർക്ക് എനർജി കിട്ടാൻ വേണ്ടി. എന്തിനാ വേണ്ടിയിട്ടാ? അവർക്കൊരു വഴികാട്ടി, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൊടുക്കുക അവർക്ക്. ഇത് പിടിച്ചപ്പോ തനിക്ക് മനസ്സിലായല്ലോ ഇത് ചൂടാകണ്ടെന്ന്. അന്നേരം ഇത് എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് ചൂടാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അവളുടെ പാവയിടകത്ത് എഴുതിയിരിക്കുന്ന അവളുടെ പാവയിടകത്ത് ഇത് ചിലപ്പോൾ ഇതായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വേറെന്തെങ്കിലും ആയിരിക്കാം. എന്തിനോ എനർജി കൊടുക്കുന്നു, കല്ലിന് എനർജി കൊടുക്കാം. ഈ ആവശ്യം കഴിഞ്ഞാൽ അത് തിരിച്ച് മൂർത്തിഭാവത്തിലേക്ക് തിരിച്ചു കൊടുക്കും. അവരെ ഏത് മൂർത്തിഭാവത്തിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇപ്പൊ അവള് ഞാൻ ഇതിനകത്ത് ട്രോളി പറയുന്നുണ്ടായിരുന്നു സാത്താസേവ ഇതിനകത്തുണ്ടാകും. സാത്താസേവ എവിടെയാണ്? ബിഗ് ബോസിനകത്തുണ്ടെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഇലിമാലിറ്റി ഉണ്ടെന്നാ പറഞ്ഞത്. എന്നാ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, തകിടുകളെ കുറിച്ച് പറയുമ്പോൾ ഒരുത്തൻ ട്രോൾ ഇറക്കുന്നുണ്ട് സെറ്റാണെന്ന്. അതെനിക്ക് പറയാം സെറ്റാണ്. ബിഗ് ബോസ് നടത്തുന്ന ഒരു സെറ്റാണെന്നുള്ളത് അറിയാം. അന്നേരം ഈ തകിടുകൾ സെറ്റിനകത്ത് ഇരിക്കും, നടക്കുന്ന ചെരുപ്പിനകത്ത് വരെ ഇരിക്കും. ഞാൻ പറയില്ല, കമ്മലിനകത്ത് വരെ ഇരിക്കും, പേനയുടെ അകത്ത് ഇരിക്കും. വേണ്ട, നിങ്ങൾ മുടി വെക്കണ ക്ലിപ്പിൽ വരെ ഇരിക്കും. എഴുതാൻ അറിയാവുന്നവന് ഒരു കുഞ്ഞു കഷ്ണം മതി. ഇത് ഞാൻ മുറിച്ചൊരു കുഞ്ഞു പീസയിൽ എഴുതി തരാം. ഞാൻ സൂചി വെച്ച് എഴുതും, നിങ്ങൾക്ക് കാണാം, ലെൻസ് വെച്ച് നോക്കണം. ഇത്ര വാക്യം മതി ഒരു പവർ ഉണ്ടാകാൻ. ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇത് ആദ്യമേ അതിനാണ് പവർ കൂടുതൽ. എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഞാനിത് പഠിച്ചത് എഴുതാ? ഇത് രക്ഷയ്ക്കാണ് കൊടുക്കണേ, അല്ല ഒരാളെ നശിപ്പിക്കാനല്ല കൊടുക്കണേ. അതേപോലെ രക്ഷക്ക് വേണ്ടിയിട്ട് ഇതേപോലെ പാവനെ കൊണ്ടുവന്ന് തനിക്കും വേണമെങ്കിൽ പാവനെ കൊണ്ടുപോയി ഞാനും ബിഗ് ബോസിൽ കയറാൻ തയ്യാറുണ്ടോ? ഞാൻ തരാം, താൻ ഫസ്റ്റ് മേടിച്ചിട്ട് വരും. ഇല്ല, അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകുന്നവർക്ക് ഇതുപോലെ PR കൊടുത്ത് പൈസ കൊടുത്ത് ആളെ നിർത്തിയിട്ട് പോകണ്ടല്ലോ, ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് പോകാം. PR ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാരും PR ചെയ്യുന്നില്ല, അതിനകത്ത് എല്ലാം ചെയ്യുന്നില്ല. ശരിക്കും അത് നേരായ മാർഗത്തിലാണ് ജയിക്കുന്നത്. അതല്ല ആണോ? അല്ല. അന്നേരം ബോസിലെ പെങ്കൊച്ചാണെങ്കിലും പാവയുടെ പ്ലാച്ചി നിങ്ങൾ കൊണ്ടുവന്ന പ്ലാച്ചിയാണെങ്കിലും ഈ പ്ലാച്ചിയിൽ ഒരു എനർജി വെക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അത് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം, അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടില്ല. ഈ പാവം നിങ്ങൾക്ക് കേരളത്തിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ ഇണക്കിയെടുക്കേണ്ട അവസ്ഥ വന്നില്ല. അന്നേരം അത് പ്രത്യേകം ഇത് എവിടെന്നോ കൊണ്ടുവന്നതായിരിക്കാം, ശരിയല്ലേ? പിന്നെ അതിന്റെ പാവനെ കുറിച്ച് ഒരറിവില്ല. ഇതിന് പ്ലാച്ചി എവിടെയാന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. പ്ലാച്ചി എവിടെ? അല്ല, അത് വെച്ചടിക്കട്ട, എനിക്കിത് വേണ്ടത്. എന്നാലും എനിക്ക് വേണ്ട, ആഗ്രഹമുണ്ട്. ഒരിക്കലും ഉപദ്രവിക്കാന്. ഇവിടുന്ന് വന്ന സാധനത്തിന്റെ ഒരു ഉപദ്രവം ഉണ്ടായാലും നിനക്ക് പോസിറ്റീവ് ഉണ്ടാവും. ഓക്കെ,
എന്തായാലും എനിവേ സ്വാമി ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിച്ചതിൽ സഹകരിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി.